ചിൽഡ്രൻസ് റീയുണൈറ്റഡ് ഫൗണ്ടേഷൻ അമ്പലത്തറയിലെ സ്നേഹവീട്ടിൽ നടത്തിയ സ്നേഹസംഗമം വികാരനിർഭരമായി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകി വരുന്ന ധനസഹായം 2000 രൂപയാക്കി ഉയർത്തുമെന്ന് ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചു. കൂടാതെ ഭക്ഷണവും ചികിത്സയുമായും ബന്ധപ്പെട്ട സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അതിജീവന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ചിൽഡ്രൻ റീയുണൈറ്റഡ് ഫൗണ്ടേഷൻ അമ്പലത്തറയിലെ സ്നേഹവീട്ടിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. ചേർത്തുനിർത്തലിന്റെയും സാന്ത്വനത്തിന്റെയും വാക്കും വരികളുമായി പുരോഗമിച്ച പരിപാടി വികാരനിർഭരമായി മാറി. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 162 പേർക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായി നൽകി വരുന്ന 1000 രൂപയുടെ ധനസഹായം 2000 രൂപയായി ഉയർത്തുമെന്ന് ഫൗണ്ടേഷൻ സ്ഥാപകൻ എസ് ഹരിഹരൻ പ്രഖ്യാപിച്ചു. അങ്ങേയറ്റത്തെ ആത്മനിർവൃതിയോടെയാണ് സദസ്സ് ഇത് കേട്ടതും ഏറ്റെടുത്തതും. കൂടാതെ ഇനി അങ്ങോട്ട് എല്ലാ മാസവും സ്നേഹവീട്ടിലെ ഭക്ഷണകാര്യങ്ങൾക്കായി ഒരു നിശ്ചിത തുക നൽകുമെന്നും മാത്രമല്ല ഇവിടേക്കാവശ്യമായ തെറാപ്പിസ്റ്റുകളെ ഏർപ്പെടുത്തുമെന്നും മരുന്ന് വാങ്ങാൻ കഷ്ടപ്പെടുന്നവർക്ക് ഇത് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. 2 സുഹൃത്തുക്കളും കൂടെ റെയിൽവേ പട്ടറിയിൽ ഇങ്ങനെ ഇരുന്ന് കിടന്ന് അവരെല്ലാവരും 3 പേരും കൂടി ഇരുന്ന് കഴിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് ലെവൽ ക്രോസിംഗ് ട്രെയിൻ വരുന്നത്. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി നിൽക്കടാ, ഇനി പോകണ്ട, ഓഫീസിൽ പോകണ്ട. അപ്പം ഞാൻ ഇറങ്ങി അവരുടെ ഒപ്പം ഇരുന്നു. കാരണം ആ സംഭവത്തിൻ്റെ 25 കൊല്ലം മുമ്പ് അതേമാതിരി റെയിൽവേ സ്റ്റേഷനിൽ റോഡിലിരുന്ന് കിടന്ന് ബുദ്ധിമുട്ടിയ ആളാണ് ഞാനും. അതുകൊണ്ടാണ് ആ ബുക്ക് എഴുതാൻ കാരണം. അന്ന് മുതലാണ് ഞങ്ങൾ ഈ ട്രസ്റ്റ് തുടങ്ങിയത്. അന്ന് മുതലാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ബോംബെയിൽ രക്ഷിക്കാൻ തുടങ്ങിയത്. കാരണം ഇത് ഒരുപാട് ആൾക്കാർ ഓടി വരും. എല്ലാവരും എന്നെമാതിരി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മുകളിൽ വന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പെർമിഷൻ വാങ്ങിച്ചു. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര എന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആസ് ഇൻചാർജ് ഓഫ് ദ റെസ്ക്യൂയിങ് ഓഫ് ചിൽഡ്രൻ ഇൻ മഹാരാഷ്ട്ര. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ കോവിഡ് വന്നപ്പോഴാണ് ഞാൻ സാറായിട്ട് എല്ലാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പുറത്ത് കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഫോക്കസ് എന്തുകൊണ്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിയത് കൊണ്ടാണ് ഈ കുട്ടികളുടെ ഫോക്കസ് വരുന്നത്. പരിപാടിയിൽ പത്മനാഭൻ പടിഞ്ഞാറേക്കര അധ്യക്ഷനായി. ദേവരാജൻ, കൃഷ്ണദാസ്, ഗിരീഷ്, മുനീസ അമ്പലത്തറ, പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ.വി. കുഞ്ഞമ്പു, സി.കെ. സബിത എന്നിവർ സംസാരിച്ചു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.